നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സിജെപിയുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച ഡൽഹിയിൽ തുടരുന്നു. ചർച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്കെത്തിയത് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ. പ്രശ്നപരിഹാരമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് അഭിജിത് ദീപ് കെ. ഇന്നും ഡൽഹിയിൽ കനത്ത സുരക്ഷ. സുപ്രീംകോടതി നിർദ്ദേശം മറികടന്ന് 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി. ജെഎൻയു വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ്. തുടർച്ചയായ 5ാം ദിവസവും പാർലമെന്റ് തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ഇരുസഭകളും ഉച്ചവരെ നിർത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി മുദ്രാവാക്യം. കാർഗിൽ ധീര രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് സഭകൾ. എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് കുറ്റപത്രം പോലെ. ഗൺമാൻമാരെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഗുരുതര ചട്ടലംഘനമെന്ന് ഡിജിപിയുടെ റിപ്പോർട്ട്. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗിച്ചു. കേസ് ഡയറി അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും കണ്ടെത്തൽ. സസ്പെൻഷൻ കെ.സി. വേണുഗോപാലിന്റെ സമ്മർദ്ദത്തിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ അജിത് കുമാറിന്റെ നീക്കം. നിതിൻ രാജ് ആത്മഹത്യാ കേസിൽ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തി ശകാരിച്ച് ഹൈക്കോടതി. ഡോക്ടർ എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്തതിൽ മാത്രം എന്തുകൊണ്ട് വീഴ്ചയെന്ന് ചോദ്യം. അന്വേഷിച്ച 10 കേസിൽ 9ലും ശരിയായി പ്രവർത്തിച്ചല്ലോ എന്ന് കോടതി. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ഡിവൈഎസ്പിയുടെ ശ്രമമെന്നും ചോദ്യം. കഴുത്തിന് മുറിവ് പറ്റിയാൽ മരിച്ചുപോകുമെന്ന് ഡിവൈഎസ്പിക്ക് അറിയില്ലേ എന്നും കോടതി. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസിൽ ഒരു വകുപ്പ് കൂടി ചുമത്താൻ പ്രോസിക്യൂഷൻ. എറണാകുളം കോടതിയിൽ അപേക്ഷ നൽകി. വിചാരണ തീയതി തീരുമാനിക്കാൻ 28ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കും. അവഹേളന വാർത്തകളിൽ നിയമ നടപടിക്ക് P.K. ശ്രീമതി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി. വനിതാ കമ്മീഷനെയും സമീപിച്ചു. പോസ്റ്റുകളും വാർത്തകളും നീക്കണമെന്നാവശ്യം. വാർത്ത നൽകിയ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി CPM. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ നടിമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പടയൊരുക്കം. ചാറ്റുകളും വോയിസ് നോട്ടുകളും പുറത്ത്. ശ്വേത തുടരണോ, തെരഞ്ഞെടുപ്പ് വേണോ എന്ന് ചോദ്യം. ചർച്ചകൾ. ശ്വേതയെ നേരത്തെ പുറത്താക്കിയ പെൺമക്കൾ ഗ്രൂപ്പിൽ. റാപ്പിഡോയും കേരള സവാരിയും സർവീസ് നടത്തും. ഡ്രൈവറുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിച്ചു. യൂബർ ഡ്രൈവർമാർ സമരം തുടരും. ഇതുവരെ ഇല്ലാത്ത വിധം ഉഗ്രാക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. പശ്ചിമേഷ്യയിൽ അസാധാരണ പ്രതിസന്ധി. തുടർച്ചയായ 13ാം രാത്രിയിലും ഇറാൻ പട്ടണങ്ങളിലേക്ക് കനത്ത മിസൈൽ വർഷം. 4 മരണം. ആക്രമണത്തിനൊരുങ്ങി ഇസ്രയേലും. ചെങ്കടലിലും എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് 100 കടന്നു. $120 വരെ എത്താൻ സാധ്യത. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. കൊൽക്കത്തയിൽ വെച്ച് എംബാം ചെയ്യും. ഇന്ന് മൃതദേഹം കൊണ്ടുവന്നാൽ സംസ്കാരം നാളെ കോട്ടയം പാമ്പാടിയിലെ വീട്ടുവളപ്പിൽ. മരിച്ച അനീഷ് മോഹൻ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റ്. അരിക്കൊമ്പൻ പതിവായി തകർത്തിരുന്ന റേഷൻ കട ഇന്നലെ ആക്രമിച്ച് ചക്കക്കൊമ്പൻ. തകർത്തത് ഇടുക്കി ശാന്തൻപാറ ആനയിറങ്കലിലെ കാട്ടാനെ ആക്രമണം. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള വനപാതയിലും കാട്ടാന ഇറങ്ങി. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകളിലേക്ക് വിശദമായി കിടക്കാം. അതിനു മുൻപ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. വലിയ പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ഉയരുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. PSC ചോദ്യപേപ്പർ ചോർച്ചയിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഉയരുകയും അത് കേന്ദ്ര സർക്കാരിനെ പിടിച്ചുലക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്.
ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധവും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PSC പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ഉയരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഇപ്പോൾ പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം ജലപീരങ്കിയെ അവഗണിച്ചും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗോപകുമാറാണ് അദ്ദേഹം ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനു പ്രസാദ്, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്ദ്ര ശ്രീകുമാർ, ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയൻ അടക്കമുള്ള പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാർ ഇന്ന് ഈ തീഷ്ണമായ സമരത്തിന് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട യുവമോർച്ചയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, ഇവിടെ മനു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമരത്തിന്, വലിയൊരു പോരാട്ടത്തിന് ഇന്ന് അനന്തപുരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തുടക്കം കുറിക്കുകയാണ്. ഡൽഹിയില് അമിത്ഷാജിയുടെ പോലീസ് ഇത്രയും വലിയ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടില്ല, ഇത്രയും വലിയ ഭീഷണി പോലീസ് നടത്തിയിട്ടില്ല. ചെറിയൊരു ജലപീരങ്കി പ്രയോഗം ഡൽഹിയിൽ നടത്തിയപ്പോൾ ഓടി മറഞ്ഞ കോൺഗ്രസുകാരെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ മുന്നിലാണ് ഈ പോലീസ് വളരെ തീഷ്ണമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പിന്മാറാതെ ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. PSC പരീക്ഷയുടെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ നടക്കുന്നത്. രണ്ട് വിഷയങ്ങളിലാണ് പ്രതിഷേധം. ഒന്ന് PSCയിലെ പരീക്ഷാ ക്രമക്കേടുകൾ, മറ്റൊന്ന് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ സമരം. അതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. പോലീസ് അവസാനം ജലപീരങ്കി പ്രയോഗിച്ചു. VV അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, വളരെ സർപ്രൈസോടെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയത്. ബർത്ത്ഡേ ആഘോഷിക്കാനായി വിളിച്ചു വരുത്തിയായിരുന്നു ആ സമര മാർച്ച് നടന്നത്. VD സതീശൻ അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അതിലുൾപ്പെടെയാണ് യുവമോർച്ച ഇവിടെ വലിയ പ്രതിഷേധം നടത്തുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? VV അരുൺ അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി ചേരും. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ആണ് സമരം നടത്തിയത് എന്നതുൾപ്പെടെയാണ് യുവമോർച്ച ആരോപിക്കുന്നത്. അതിലുൾപ്പെടെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്കുള്ള ഈ മാർച്ചിലെത്തി നിൽക്കുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ രാജ്യത്തെ വെട്ടിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നവർ ഇന്നലെ ഈ രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നു. വലിയ പ്രതിഷേധ യുവമോർച്ചയുടെ ഭാഗത്തുണ്ടായി. CJP സമരത്തിന് സംസ്ഥാനത്തെ മറ്റു പാർട്ടികൾ മുന്നണികൾ പിന്തുണ കൊടുക്കുന്നു. രാജ്യത്ത് കലാപത്തിന് ശ്രമം നടക്കുന്നു. അതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്, ഈ കാര്യങ്ങളും അതിനൊപ്പം സംസ്ഥാനത്തെ PSC നടക്കുന്ന തട്ടിപ്പും ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ മാർച്ച്. അതിശക്തമായ പ്രക്ഷോഭമാണ്, യുവമോർച്ചയുടെ ഭാഗത്ത് പ്രതിഷേധമാണ് ഇത്രയധികം സമയമുണ്ടായത്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇപ്പോഴും സമരം തുടരുകയാണ്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് VV ഗോപകുമാർ ഇപ്പോൾ ഈ മാർച്ചിൽ പ്രവർത്തകർ അഭിസംബോധന സംസാരിക്കുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ ഇതേ വിഷയത്തിൽ CJP മാർച്ചിനെതിരെ BJP KPC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ സതീശൻ മര്യാദ പാലിക്കണം എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് യുവമോർച്ചയുടെ മാർച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പോയത്. മുഖ്യമന്ത്രി റോഡിലിറങ്ങി നടക്കാതെ തടയാൻ
തയ്യാറാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ യുവമോർച്ച നൽകുന്നത്. PSC തട്ടിപ്പാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ ഇപ്പോൾ പ്രസംഗത്തിൽ ബി ഗോപകുമാർ ആദ്യം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നേരത്തെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഗോപകുമാർ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇവിടെ ഡൽഹിയിൽ അമിത്ഷായുടെ പോലീസ് ഇത്രയധികം നടപടി ഇന്ന് ഇവിടെ യുവമോർച്ചയ്ക്കെതിരെ സ്വീകരിച്ച പോലുള്ള ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നില്ല. അവിടെ ചെറിയ തരത്തിലുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് സമരക്കാരെ നേടാനുണ്ടായത്. എന്നാൽ ഇവിടെ അതിശക്തമായി സമരക്കാരെ ജലപീരങ്കി വെച്ച് നേരിടുന്നുവെന്ന ഒരു ആരോപണമാണ് BJP നേതാവ് ഗോപകുമാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ സംഘടിച്ചെടുക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് കടക്കുന്നു. BJPയുടെ നേതാവ് ഗോപകുമാർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമാണ്. അവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്ത് ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗത്തിനെതിരെ ചെറുത്തുനിന്നു ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ മാർച്ചിനെ നേരിടാൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണ് മാർച്ച്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ശരി, വി അരുണാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ യുവമോർച്ച തീർക്കുന്നത്. CJP പ്രതിനിധികളുമായുള്ള കേന്ദ്ര സർക്കാർ ചർച്ച പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. കേന്ദ്രമന്ത്രി JP നദ്ദയും CJP നേതാക്കളായ സൗരവ് ദാസും അശുതോഷ് റാണയുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാരും BJP നേതാക്കളും പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് തയ്യാറാകണമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ പ്രതികരിച്ചു. शांतिपूर्ण आगे बढ़ाना है. जो लोग हिंसा करेंगे, जो लोग कुछ गलत काम करेंगे, वो कॉकरोच जनता पार्टी के सपोर्टर्स नहीं हो सकते. कॉकरोच जनता पार्टी के लोग संवैधानिक लोग हैं, शांति में भरोसा रखने वाले लोग हैं. तो हमें जो भी करना है शांतिपूर्ण तरीके से करना है. ठीक है. और मैं आप लोगों से माफी चाहता हूँ. कल पूरा दिन मैं यहाँ नहीं था. मेरी तबीयत बहुत ज्यादा खराब थी. कल पूरी रात में सलाइन लेकर कितने सारे इंजेक्शन लेकर आया हूँ. अभी सुबह ब्लड टेस्ट भी सारे मैंने करा लिए. ये सलाइन का भी आप देख सकते हो. लेकिन ये मूवमेंट उससे कहीं ज्यादा इंपॉर्टेंट है. अभी भी बुखार होने के बावजूद, थोड़ा बॉडी में वीकनेस होने के बावजूद मैं यहाँ पर आया हूँ, क्योंकि मैं ये मैसेज देना चाहता हूँ कि चाहे कुछ भी हो जाए, धर्मेंद्र प्रधान का इस्तीफा लिए बिना हम यहाँ से नहीं हटेंगे. അതേസമയം ഡൽഹിയിൽ പോലീസ് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുന്നറിയിപ്പിനെ അവഗണിച്ച് ഇന്ന് രാവിലെയും 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 200 പേരെ കരുതൽ തടങ്കലിലാക്കി. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനിടെ ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയും JNUവും ആവശ്യപ്പെട്ടു. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതിൽ ഒരു നിഷ്പക്ഷമായ ഇടം ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കണം എന്നതുള്ളത് CJPയുടെ ഒരു നിർദ്ദേശമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങിക്കൊണ്ടാണ് ഒരു ചർച്ച സാധ്യമായിരിക്കുന്നത്. ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? എങ്ങനെ ഈ ചർച്ച പുരോഗമിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇനി ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കുമോ എന്ന് ഉറപ്പിച്ച് പറയാനാകൂ. ഇന്നലെ തന്നെ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചത് കേന്ദ്ര സർക്കാർ ചില ഉറപ്പുകൾ അദ്ദേഹത്തിന് നൽകിയതിനെ തുടർന്നാണ്. അതായത് ഈ കൂടുതൽ നടപടികൾ ഈ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് ഉണ്ടാകും, അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകും, പിന്നെ ഇപ്പോൾ നിലവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള ഉറപ്പുകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ CJP പ്രവർത്തകർ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു പരിഹാരത്തിനും ഇല്ല എന്ന് തന്നെയാണ് CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ് കെയും നിലവിൽ ഉറപ്പിച്ച് പറയുന്നത്. കുറച്ചു മുൻപേ അവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വാർത്താ സമ്മേളനത്തിലും അവർ ഇതേ കാര്യം തന്നെയാണ് എടുത്തു സൂചിപ്പിച്ചത്. ഈ ചർച്ചയ്ക്ക് തൊട്ടു മുൻപായിരുന്നു ഈ വാർത്താ സമ്മേളനം. അതിൽ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ് കെയും അതുപോലെ തന്നെ അവരുടെ വക്താവായിട്ടുള്ള സൗരവ് ദാസ് തുടങ്ങിയിട്ടുള്ള എല്ലാവരുമാണ് നിലവിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ചർച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപേ ജന്തർ മന്ദറിലേക്ക് ചർച്ചയ്ക്ക് വരാനായിരുന്നു CJP പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദി എന്നുള്ള നിലയ്ക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ചർച്ചയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. CJP പ്രതിനിധികൾ ഇതിനോട്
ഇതിനോടകം തന്നെ അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. CJP പ്രതിനിധികളായിട്ട് സൗരവ് ദാസും അതുപോലെ അശുതോഷ് റാണയുമാണ് അവിടെ ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ളത് എന്നാണ് വിവരമുള്ളത്. ചർച്ച നിലവിൽ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം അവർ പുറത്തിറങ്ങിയാൽ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ നമുക്ക് അറിയാനാവുക. അതുപോലെ തന്നെ CJPയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു തീരുമാനം വരുന്നത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേരെ ആക്രമണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ആരംഭിക്കും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ആരുമായിക്കോട്ടെ, എവിടെ നിന്നുള്ളവരുമായിക്കോട്ടെ, അവർക്ക് നേരെ ഏത് പോലീസുകാരൻ ആക്രമണം നടത്തിയാലും ഈ വെബ്സൈറ്റിൽ അവരുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഈ ചിത്രങ്ങൾ ഒരു തെളിവായി വെച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തങ്ങൾ പരാതികളുമായി മുന്നോട്ട് നീങ്ങും. ഇനി പോലീസ് പരാതി എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നുമാണ് നിലവിൽ CJPയുടെ നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ തുളച്ചു കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും CJP പ്രവർത്തകരുടെ വാദങ്ങൾ പോലീസ് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു, അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ കുത്തി നിറച്ച ലാത്തികൾ കൊണ്ട് മർദ്ദിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൽ ഈ പെല്ലറ്റ് ഗണ്ണിന്റെ വാദം ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലുള്ള നേരത്തെയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അജയ്, ഇത് ഇവിടെ ഇപ്പോ അഭിജിത്ത് ദീപ് ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമുണ്ട് എങ്കിൽ അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിക്കട്ടെ എന്ന കാര്യമാണ്. അതിന് തയ്യാറാകണമെന്നതാണ് അഭിജിത്ത് ദീപ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഈ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CJP വ്യക്തമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് എന്തൊക്കെ അനുരഞ്ജനത്തിനുള്ള സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ തേടുന്നത്? ഇന്നലെ രാത്രിയോടെ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുന്നത് ഈ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. CJPയുടെ ഏതൊക്കെ ഉപാധികളിൽ കേന്ദ്ര സർക്കാർ വഴങ്ങും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട 4 ഉപാധികളാണ് CJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഉപാധികളും നിലവിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണമാണെങ്കിലും അതിനുശേഷം JP നദ്ദയും അതുപോലെ ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി സോനം വാങ്ചുക്കിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉറപ്പുകളിലാണെങ്കിലും മറ്റ് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ ജീവനെടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം, അതുപോലെ നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ കർശനമായിട്ടുള്ള നടപടികൾ, നിലവിൽ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാകില്ല. ഈ 3 ആവശ്യങ്ങളാണ് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പോലും അവർ ഉറപ്പായിട്ട് പുറത്തു പറയുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശത്തിലാണെങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് ഒരു പ്രത്യേക കരട് ബില്ല് രൂപീകരിക്കും. ഈ കരട് ബില്ലിൽ കുറ്റക്കാർക്കെതിരെ അതിവേഗ വിചാരണ ഉറപ്പാക്കാനും ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനുമുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ കരട് ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടികൾ കൂടുതൽ കർശനമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എന്നാൽ ആ വീഡിയോയിൽ ഒരിടത്തും ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് എടുത്തു പറയുകയോ CJP പ്രതിഷേധത്തെ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇപ്പോൾ പ്രതിപക്ഷവും ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജിവെക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിനും CJPക്കും കീഴടങ്ങുക എന്നുള്ളൊരു നിലയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു നറേറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് BJPയുടെ ഇപ്പോഴുള്ള ശ്രമങ്ങൾ എന്ന് നമുക്ക് കാണാനാകും. അതേസമയം നമ്മൾ പാർലമെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ MP-മാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. അകത്തും പ്രക്ഷുബ്ധം തന്നെയായിരുന്നു സഭ ഒട്ടും തന്നെ അവിടെ ചേരാൻ പ്രതിപക്ഷ അംഗങ്ങൾ സമ്മതിച്ചില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം
അദ്ദേഹം വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സന്ദേശമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർലമെന്റിനുള്ളിൽ നിന്ന് സംസാരിക്കണം എന്നാണ് മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. എന്തായാലും സമരം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ സുരക്ഷ കർശനമാണ്. മെട്രോ സ്റ്റേഷനുകൾ ഇന്നും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസിൽ അവധിക്ക് അപേക്ഷിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ലീവ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഉദ്യോഗസ്ഥരോട് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ JNUവും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള സർവകലാശാലകൾ വിദ്യാർത്ഥികളോട് ഈ സമരങ്ങളിൽ പങ്കുചേരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു കുറിപ്പും കൂടി ഇറക്കിയിട്ടുണ്ട്. 200ഓളം പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് ഒരു കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. കൂടുതൽ തങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കുന്ന പ്രവർത്തകരെ പിടിച്ചു വെക്കുന്നു എന്നുള്ള ഒരു ആരോപണവും CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ ഇന്ന് രാവിലെ ഉന്നയിച്ചിരുന്നു. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ രാത്രി 11:52 സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകും. അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് വീഡിയോയിൽ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല. पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही हैं. लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे. आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. അതേസമയം പ്രധാനമന്ത്രിയുടെ വീഡിയോ പ്രഹസനമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പരിതാപകരമായ പ്രതികരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, രാജ്യത്തോട് മാപ്പ് പറയുക എന്നീ 3 ആവശ്യങ്ങളും രാഹുൽ മുന്നോട്ട് വെച്ചു. CJPക്ക് ഐക്യദാർഢ്യം അറിയിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉപവാസം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്തുണ്ടായേക്കാവുന്ന അക്രമ സാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സോനം വാങ്ചുക് എക്സിലൂടെ അറിയിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സ്വാഗതം ചെയ്തു. ആശ്വാസം പകരുന്ന കാര്യമാണെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും അഭിജിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിഷേധം തുടരുമെന്നും അഭിജിത്ത് കൂട്ടിച്ചേർത്തു. സോനം വാങ്ചുക് ആരോഗ്യവാനായി തുടരട്ടെ എന്ന് ആശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദിനചര്യകൾ പിന്തുടരണം. എത്രയും വേഗം പഴയ ഭാരം വീണ്ടെടുക്കാൻ സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു.
ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം തണുപ്പിക്കാൻ പുതിയ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. നരേഷ് പാൽ ആണ് പുതിയ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ചു. ജസ്റ്റിസ് അനു ഗ്രോവൻ ബലിക പ്രത്യേക ജഡ്ജിയാകും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് പാകിസ്ഥാനി അക്കൌണ്ടുകൾ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി ഡൽഹി പോലീസ്. ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തെറ്റായ വിവരങ്ങളെ ആശ്രയിക്കരുതെന്നും പോലീസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. किया है कि सोशल मीडिया में कुछ मिस इन्फॉर्मेशन फैलाने की कोशिश की जा रही है. अभी तक 400 से ज्यादा पाकिस्तानी सोशल मीडिया हैंडल्स आइडेंटिफाई किए जा चुके हैं जो इस सिचुएशन का फायदा उठाते हुए फेक कंटेंट और र्यूमर स्प्रेड कर रहे हैं. उनको ब्लॉक कराया जा रहा है. ये वही सोशल मीडिया हैंडल्स हैं जो ऑपरेशन सिंदूर के दौरान भी एक्टिव थे. उनका सिर्फ एक ही मकसद है, लोगों को भड़काना और स्पेशली स्टूडेंट्स का ध्यान भटकाना. मेरी आपसे अपील है कि बच्चों की सेफ्टी के लिए किसी भी फेक पोस्ट, एडिटेड वीडियोस या एनोनिमस हैंडल से किया हुआ कोई भी पोस्ट के भड़कावे में ना आए. किसी भी पोस्ट को शेयर करने से पहले फैक्ट चेक करो, र्यूमर्स को स्प्रेड मत करो और किसी भी एंटी सोशल एलिमेंट्स को अपने इमोशंस का कंट्रोल मत लेने दो. याद रखो कि पीसफुल प्रोटेस्ट करना आपका अधिकार है और दिल्ली पुलिस इस अधिकार का रिस्पेक्ट करती है. ഡൽഹിയിലെ CJP സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ കേസ്. വേടൻ പങ്കെടുത്ത പനമ്പിള്ളി നഗറിലെ പരിപാടിക്കെതിരെയാണ് കേസ്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഡിവൈഎഫ്ഐയുടെ ഏകദിന സത്യാഗ്രഹം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിനെതിരായി വിദ്യാർത്ഥികളുടെ പോരാട്ടം രാജ്യാതിർത്തി കടന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ലണ്ടനിലും SFIയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരം നടക്കുകയാണ്. CJP സമരത്തിന് പിന്തുണയുമായി BJP നേതാവ് മുരളി മനോഹർ ജോഷിയും എത്തിയിരുന്നു. രാഷ്ട്രീയ നിലപാടെടുക്കാത്ത ആളുകളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വരുന്നുവെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ തുടങ്ങി ഇന്ത്യയുടെ നാനാഭാഗത്തേക്കും പടരുന്ന ഈ പോരാട്ടം, വിദ്യാർത്ഥികളും യുവതയും പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പോരാട്ടം, അത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്നിങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ വിവരം, ലണ്ടനിൽ വിദ്യാർത്ഥികൾ, ഇംഗ്ലണ്ടിൽ വിദ്യാർത്ഥികൾ, അവിടെ SFIയുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ SFIക്കാർ മാത്രമല്ല, ഇംഗ്ലീഷുകാരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അണിനിരത്തിക്കൊണ്ട് അവിടെ ഐക്യദാർഢ്യ സമരം നടക്കുകയാണ്. എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വിഭാഗം ജനങ്ങളോടും ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുവോളം കാലം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് എന്ന പ്രഖ്യാപനം നടക്കുകയാണ്. സമുന്നതനായ BJPയുടെ നേതാവ്, ഫിസിക്സ് പ്രൊഫസർ കൂടിയായിട്ടുള്ള മുരളി മനോഹർ ജോഷിയെ BJP നേതാവായിട്ട് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുമാണ് പലരും അറിയുക. അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കണം, ശ്രദ്ധിക്കണം, അവരുടെ ആകുലതകൾ കണക്കിലെടുക്കണം. പിന്നെ പോലീസിന്റെ അതിക്രമങ്ങളെ വിമർശിച്ചിരിക്കുന്നു മുരളി മനോഹർ ജോഷി. തന്റെ പാർട്ടിയുടെ ഗവൺമെന്റാണ്. സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേർളി മാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. പേർളി മാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റാണ് എന്നും എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേർളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർളിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ പേർളി മാണി പോസ്റ്റ് നീക്കം ചെയ്തു. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരി, CJP സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് പേർളി മാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിലപാടില്ലാത്ത പോസ്റ്റാണെന്ന തരത്തിൽ വലിയ അധിക്ഷേപമുണ്ടായിരുന്നു. അതിൽ ഊന്നിയാണോ ഇപ്പോൾ വിമർശനത്തിന് സിബി മലയിലിന്റെ മകൻ മറുപടി നൽകുന്നത്?
പേളി മാണി ഇട്ട പോസ്റ്റ് അതിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പേളി ആദ്യം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ടും എന്നാൽ വിദ്യാർത്ഥികൾ ഈ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർ വീട്ടിലിരിക്കട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, ശാന്തമായി തുടരട്ടെ, എന്നാൽ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കൂ എന്നുള്ള ഒരു തരത്തിലൊരു ടോൺ പേളി മാണിയിൽ ഉണ്ടായിരുന്നു. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. രണ്ട് തരത്തിൽ പേളി മാണി പ്രതികരിക്കുന്നുണ്ട്. ഒന്ന് സമരത്തിന് അനുകൂലവുമാണ്, എന്നാൽ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് വിപരീതമായിട്ടും പേളിയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് സിബി മലയിലെ മകൻ്റെ അക്കൗണ്ടിൽ നിന്നും, ജോ സിബി മലയിലെ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റ്, 7 പേജുകളുള്ള ഒരു പോസ്റ്റ് പേളി മാണിയുടെ ആദ്യത്തെ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് പേളി ഈ വ്യക്തിയെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുകയും ചെയ്തത്. ഈ ജോ സിബി മലയിലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ടാണ് പേളി ഇട്ടത്. ആ പേളിയുടെ പോസ്റ്റിലാണ് പേളി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടനിറം സാഫ്രൺ ആണ് എന്നതും കൂടി പേളി പറഞ്ഞുകൊണ്ടാണ് ഈ സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നത്. അത് ഉദ്ദേശിച്ചത് സിബി മലയിലെ തന്നെയാണെന്നുള്ള ചോദ്യമുണ്ട്. കാരണം ജോ സിബി മലയിലെ അക്കൗണ്ടിൽ നിന്നാണ് അതിന് മറുപടി കൊടുക്കുകയായിരുന്നു പേളി മാണി. പക്ഷേ ജോ സിബി മലയിലെ അക്കൗണ്ട് തന്നെ ഇതിനും ഒരു മറുപടി പേളിയുടെ ഒരു പോസ്റ്റിന് മറുപടിയായിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഫെയിൽഡ് ഡയറക്ടർ ആണ് എന്നുള്ളത് പേളി പറയുന്നു എന്നുള്ള രീതിയിലാണ് ജോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ജോനെയാണോ ഉദ്ദേശിക്കുന്നത്, സിബി മലയിലാണോ പേളി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജോനെ മറുപടിക്ക് പിന്നാലെ പേളി ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ പോസ്റ്റ്, അതായത് ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഐ എം പേളി മാണി ആൻഡ് മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വളരെയധികം വ്യക്തി അധിക്ഷേപങ്ങൾ പേളി മാണിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. ഫോളോവേഴ്സ് വളരെ രീതിയിൽ കുറയുന്നു. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പേളിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പേളിയുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലസ് പേളി തൻ്റെ രാഷ്ട്രീയ നിലപാട് ഊന്നി പറയുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുമ്പോഴേക്കും BJP അനുകൂലിയാണ് പേളി എന്ന രീതിയിൽ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ നിറയുന്നുണ്ട്. വളരെയധികം ഹേറ്റഡ് ക്യാമ്പയിനും പേളിക്കെതിരെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംവിധായകനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിശേഷിപ്പിച്ച ഒരു കാര്യവും കൂടി വരുന്നത്. അങ്ങനെ പേളി തൻ്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാഫ്രോൺ തൻ്റെ ഇഷ്ടപ്പെട്ട നിറമാണ് എന്നത് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നിറയാണ്. പ്രത്യേകിച്ച് ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാട് പേളി പറയുന്നത് എന്നത് ഉൾപ്പെടെ വരുമ്പോൾ ഒരു ഹേറ്റ് ക്യാമ്പയിൻ, ഒരു ഹേറ്റ്രഡ് നിറയുകയാണ് പേളിക്കെതിരെ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഫോളോവേഴ്സ് കുറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് ക്യാമ്പയിൻ പേളിക്ക് എതിരെ നിറയുന്ന ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ ഒരു പോസ്റ്റ് നീക്കം ചെയ്തത്. നീക്കം ചെയ്തെങ്കിൽ പോലും പലരും ഈ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിന്ന് ഓരോ താരങ്ങൾ അവരുടെ നിലപാട് അറിയിക്കുന്നുണ്ട്. പലരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി രംഗത്തെത്തുന്നുണ്ട്. ചിലർ അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് സൽമാൻ ഖാനൊക്കെ പെട്ടെന്നാണ് പോസ്റ്റ് മാറ്റിയത്. ആദ്യം വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു, പിന്നീട് ആ സമരം തന്നെ അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഓരോ താരങ്ങളും അവരുടെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് പേളിയുടെ ഈ ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ എന്ന രീതിയിലുള്ള ഈ പ്രതികരണം വലിയ രീതിയിൽ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പോസ്റ്റാണോ അതോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല, പേളിയുടെ ആദ്യത്തെ പോസ്റ്റ് ഇപ്പോഴും പേളിയുടെ അക്കൗണ്ടിലുണ്ട്. ആ പോസ്റ്റിലാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാട് ഉള്ളത് എന്നുള്ള വ്യാപകമായ വിമർശനം ഉന്നയിച്ചത്. ആ പോസ്റ്റിന് മറുപടിയായിട്ടാണ് സിബി മലയിലെ മകൻ ആദ്യം ഒരു 7 പേജ് നീളമുള്ള ഒരു പോസ്റ്റ് റിപ്ലൈ കൊടുത്തത്. അതിന് പിന്നാലെ ഈ 7 പേജ് റിപ്ലൈക്ക് മറുപടിയായിട്ടാണ് പേളി മറ്റൊരു പോസ്റ്റ് ഇടുകയും അതാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റ് കാണുന്നത്. അതിലാണ് ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്നുള്ള പരാമർശവും അതോടൊപ്പം തന്നെ എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് സാഫ്രൺ ആണ് എന്നുള്ളത് പേളി മാണി അവസാനം ആ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തത്. ഈ പോസ്റ്റാണ് ഈ രണ്ടാമത്തെ ഇട്ട ഈ തൻ്റെ രാഷ്ട്രീയ നിലപാടാണ് പേളി ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയും പേളിക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ നിറയുന്ന സമയത്തും കൂടിയാണ് പേളി ഈ രണ്ടാമത്തെ പോസ്റ്റ് പിൻവലിക്കുന്നത്. അതായത് തൻ്റെ ഇഷ്ടനിറം സാഫ്രൺ ആണെന്നുള്ള ഒരു പോസ്റ്റ് പേളി പിൻവലിക്കുകയും ചെയ്യുന്ന ഘട്ടമുണ്ടായത്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സ്വാഭാവികമായിട്ട് വ്യാപകമായി പ്രചരിച്ചു. 5.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പേളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിലവിൽ 5.6 മില്യൺ ആയിട്ട് കുറയുന്ന ഒരു സാഹചര്യം. ഇത് ഏകദേശം ഇട്ടിട്ട് 3-4 മണിക്കൂറേ ആവുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഇത്രയും വലിയൊരു ഡിക്രീസ് പേളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കാണാൻ കഴിയും. വരും മണിക്കൂറുകളിലും ഇത് നിറയും. കാരണം അത്രയധികം പോസ്റ്റുകളാണ് പേളിക്കെതിരെ ഒരു ഹേറ്റഡായിട്ട് നിറയുകയും ചെയ്യുന്നത്. ഇതിനും മറുപടിയായിട്ടാണ് സിബി മലയിലെ മകൻ തൻ്റെ പിതാവിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളി വിശേഷിപ്പിച്ചൊരു ഘട്ടത്തിൽ മറുപടിയുമായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നിലപാടും പേളിക്ക് വിപരീതമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ താരങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ. ശരി, എന്തായാലും ഇപ്പോഴും ആരെയാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പേളി മാണി ഉദ്ദേശിച്ചത് എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരണവുമായി പേളി രംഗത്ത് വരുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് DGPയുടെ റിപ്പോർട്ട്.
സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തതിനൊപ്പം കേസ് ഡയറി അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വിശദമായ സസ്പെൻഷൻ ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അതേസമയം തനിക്കെതിരായ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. ADGP അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി. ഈ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ അദ്ദേഹത്തിനെതിരായ കുറ്റപത്ര സ്വഭാവത്തിലുള്ള കണ്ടെത്തൽ കൂടിയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. അന്വേഷണം അട്ടിമറിക്കാൻ വഴിവിട്ട ഇടപെടൽ MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കേസ് ഡയറി പരിശോധിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ചോദ്യം ചെയ്യുകയും അത് മാറ്റാൻ അവർക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനും അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നീക്കമുണ്ടായി. ഇത് ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഒപ്പം അജിത് കുമാർ തൻ്റെ ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തു എന്നു മാത്രമല്ല, ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഈ കേസിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന കണ്ടെത്തലും നടത്തിയിട്ടുണ്ട്. ഒപ്പം നിയമപരമായ അജിത് കുമാറിൻ്റെ ഈ ഇടപെടലുകളിലൂടെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കലാണ് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സർക്കാരിൻ്റെ മറ്റു കണ്ടെത്തൽ ഇങ്ങനെയാണ്. അജിത് കുമാർ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല. അജിത് കുമാറിനെതിരെയുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒന്നിലധികം ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും സസ്പെൻഷൻ നടത്തുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന അജിത് കുമാറിൻ്റെ നിലപാട് ഇരകൾക്ക് നീതി ലഭിക്കാത്ത തരത്തിലുള്ള നീക്കം കൂടിയായി മാറിയിട്ടുണ്ട്. ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ അജിത് കുമാറിന് ഇടപെടാൻ ചില അധികാരങ്ങളുണ്ട്. പക്ഷേ അത് നീതി നിഷേധം ആവരുത് എന്ന കണ്ടെത്തൽ കൂടി DGP നടത്തിയിട്ടുണ്ട്. ഈ ശുപാർശ കൂടിയാണ് സർക്കാർ പരിഗണിച്ചിരിക്കുന്നത്. അതേസമയം അജിത് കുമാർ ഇത് സംബന്ധിച്ച് അന്വേഷണ സമയത്ത് നൽകിയ വിശദീകരണങ്ങൾ ഇങ്ങനെയാണ്. കേസ് അട്ടിമറിക്കാൻ താൻ ഇടപെട്ടിട്ടില്ല. തനിക്കെതിരെ മൊഴി നൽകിയ ഉദ്യോഗസ്ഥരെ ക്രോസ് വിസ്താരം നടത്താൻ തനിക്ക് അനുമതി നൽകണം. SIT പ്രവർത്തിച്ചത് ചട്ടവിരുദ്ധമായിട്ടാണ് SITയുടെ ഇടപെടലുകൾ ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് തനിക്ക് നൽകണം. അതിനുശേഷം താൻ വിശദമായ റിപ്പോർട്ട് നൽകാം. ഇതൊക്കെയാണ് അജിത് കുമാർ വിശദീകരിച്ചത്. എന്തായാലും അജിത് കുമാറിനെതിരായ നടപടി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശദമായ ഒരു സസ്പെൻഷൻ ഓർഡർ തന്നെയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം സർക്കാരിൻ്റെ ഈ സസ്പെൻഷനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് അജിത് കുമാറിൻ്റെ നീക്കം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇത് സംബന്ധിച്ച ഹർജി ഉടൻ തന്നെ ഫയൽ ചെയ്തേക്കും. തൻ്റെ DGP പദവിയിലേക്കുള്ള ഉയർച്ചയ്ക്കടക്കം വലിയ തടസ്സമാകുന്ന അദ്ദേഹത്തിൻ്റെ സർവീസിന് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സർക്കാർ നടപടിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ ഡിവൈഎസ്പിയെ ശകാരിച്ച് ഹൈക്കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഇതിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്നും കോടതി ചോദിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമമെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിനെയും ജഡ്ജി വിമർശിച്ചു. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡിവൈഎസ്പിയെ കോടതി അടുത്തേക്ക് വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഇതുവരെ എത്ര അറസ്റ്റ് രേഖപ്പെടുത്തി? ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഇതിൽ മാത്രമാണോ വീഴ്ച പറ്റിയത്? അറസ്റ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയില്ലേ? പ്രതിക്ക് അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു മുറിവും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകില്ലേ ഡിവൈഎസ്പി എന്നുകൂടിയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാൻ എന്തിനാണ് അവസരം നൽകിയത്? സാധാരണക്കാരന്റെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. അത് ഓർമ്മിപ്പിക്കട്ടെ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. നടപടി എടുക്കരുത്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കീഴ്ക്കോടതി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ നടപടിയൊന്നും എടുക്കരുത് എന്ന ഡിവൈഎസ്പി കോടതിയിൽ ആവശ്യപ്പെട്ടു. വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഡിവൈഎസ്പിയോട് കോടതി പറഞ്ഞിരിക്കുന്നത്.
അന്വേഷണ മേൽനോട്ടം എന്തെന്ന് അറിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് എസ്പിയോട് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളിലും കോടതി നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് ശേഷമായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. നേരത്തെ തന്നെ റാമിന്റെ അറസ്റ്റിൽ ഉണ്ടായ വീഴ്ച സംഭവിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്ന സാഹചര്യമുണ്ടായി. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കടക്കുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമായി വന്നിരിക്കുന്നത്. തനിക്കെതിരായ അവഹേളനത്തിനെതിരെ പി.കെ. ശ്രീമതി നിയമ നടപടിക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നിയമ നടപടി വേണമെന്നുമാണ് ആവശ്യം. വ്യാജ വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സംഘപരിവാർ അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളിലും ജനൻ TV ചാനലിലും വന്ന വാർത്തകൾക്കെതിരെയാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതിയുടെ പരാതി. ഈ വാർത്തകളുടെ സാമൂഹ്യ മാധ്യമ ലിങ്ക് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ലിങ്കുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നീക്കം ചെയ്യണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പി.കെ. ശ്രീമതിയുടെ പരാതിയുണ്ട്. ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. തന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 മാസം തികയാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അവഹേളനം, മറ്റൊരാളുടെ ഭാര്യയെന്ന് വ്യാജ പ്രചരണം നടത്തി ആ പണം പെൻഷൻ തട്ടിയെടുക്കുന്നുവെന്ന ആരോപണമാണ് തനിക്കെതിരെ ഉണ്ടായത്. ഇതിൽ ശക്തമായ നടപടി വേണം. തനിക്കെതിരെ അവമാനത്തിന് നടപടി ഉണ്ടാകണമെന്നാണ് പി.കെ. ശ്രീമതിയുടെ ആവശ്യം. ഈ ആവശ്യം ഇന്നലെ തന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന ശ്രീമതി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്നവർ പരാതി നൽകിയിരിക്കുന്നത്. CPMഉം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരുന്നു. വ്യാജ വാർത്ത ചെയ്തവർക്ക് എന്ത് വന്നാലും മാപ്പില്ല എന്ന് പി.കെ. ശ്രീമതി. വാർത്ത നൽകിയ പലരും വിളിച്ച് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. P.T. തോമസും മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗമായതിനാൽ നിയമ നടപടി എടുത്തില്ല എന്ന് പി.കെ. ശ്രീമതി പറഞ്ഞു. നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എന്റെ കുടുംബത്തിനും കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിൽ എത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇച്ച കാര്യം വേണ്ടു. ഇതിലിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ V.D. സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തും. IPC 323 ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. TV ചാനൽ റേറ്റിംഗിന് ലാൻഡിംഗ് പേജ് ഡേറ്റ പരിഗണിക്കരുതെന്ന കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം പുറപ്പെടുവിച്ച വ്യവസ്ഥ സ്റ്റേ ചെയ്തു കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നീക്കി. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഹർജിയിലായിരുന്നു നേരത്തെ ഇത് സംബന്ധിച്ച വ്യവസ്ഥ സ്റ്റേ ചെയ്തിരുന്നത്. ഇടക്കാല ഉത്തരവ് നീക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച പ്രത്യേക അപേക്ഷ പരിഗണിച്ചാണ് ജസ്റ്റിസ് ബജു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഹർജി സമർപ്പിക്കാൻ കമ്പനികൾക്ക് അവകാശമില്ല, വ്യക്തികൾക്ക് മാത്രമാണ് ഹർജി നൽകാൻ അവകാശമെന്നും നയത്തിലെ ഒരു വ്യവസ്ഥ മാത്രമാണ് ചോദ്യം ചെയ്തിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ P. ശ്രീകുമാർ വാദിച്ചു. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദാക്കി. അനധികൃതമായി മരം മുറിച്ച് വിൽപ്പന നടത്തിയതിന് അമ്പലമേട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചു. പ്രതികൾക്കെതിരെ കൂട്ടായ വിശ്വാസവഞ്ചന കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2025 ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് വ്യാജ കരാർ ഉണ്ടാക്കിയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മുൻ അംഗം PS
അജികുമാറിന്റെയും റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. ഗുരുതര ആരോപണങ്ങളാണ് ഇരുവർക്കുമെതിരെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2025 സ്വർണം പൂശലിൽ സ്വർണ്ണമോഷണം നടന്നെന്നും 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് 2025 പാളികൾ വീണ്ടും കൊണ്ടുപോയതെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, മുരാരി ബാബു എന്നിവരുമായി PS പ്രശാന്തും അജികുമാറും നേരിട്ട് ഗൂഢാലോചന നടത്തിയാണ് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് വ്യാജ കരാറുണ്ടാക്കിയാണ്. ഇതിനുള്ള എല്ലാ ഒത്താശയും ദേവസ്വം ബോർഡ് ചെയ്തെന്നാണ് SITയുടെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ അസാധാരണ പ്രതിസന്ധി രൂപപ്പെടുന്നു. ഇതുവരെ കാണാത്ത കടുത്ത ആക്രമണം ഇറാനു നേരെ ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ഇന്ധനവില ബാരലിന് $100 കടന്ന് കുതിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അസാധാരണമായ പ്രതിസന്ധിയാണ് തുടരുന്നത്. ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി 13ാം ദിവസവും വൻ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാന് മേൽ സർവനാശം വിതയ്ക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീത്. ലോകം ഇന്നോളം കാണാത്ത വിധം ഒരു ആക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാൻ തെക്കു പടിഞ്ഞാറൻ നഗരമായ ആഹ്വാസിന് സമീപമുണ്ടായ US മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിലവിലെ വിവരമനുസരിച്ച് ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ഗഷം ദ്വീപിലും തുറമുഖ നഗരമായ ജാസ്, ഗോദാബ്, ഗൊറാമാബാദ്, കൊനാരക് എന്നിവിടങ്ങളിലും ശത്രു പ്രൊജക്ട് ലൈറ്റുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. തലസ്ഥാനമായ ടെഹ്റാന് മുകളിലും ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു വരികയാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് കപ്പലുകൾക്കുണ്ടാകുന്ന തകർച്ച, കാർഗോയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അങ്ങനെ എന്തു നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായാലും അവയെല്ലാം തന്നെ അമേരിക്കയുടെ പക്കലുള്ള ഇറാന്റെ പണം ഉപയോഗിച്ച് ഈടാക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ മറ്റു പ്രധാന സമുദ്രപാതകൾ കൂടി അടഞ്ഞേക്കുമോ എന്ന ഭീഷണി ഉയർന്നതോടെ ക്രൂഡ് ഓയിൽ വില 6.2% ഉയർന്നു. പ്രധാന കയറ്റുമതി പൈപ്പ് ലൈൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കസാക്കിസ്ഥാൻ താൽക്കാലികമായി ഉൽപാദനം കുറച്ചതും വിപണിയിൽ എണ്ണ ലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട്. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടതായി ഇറാൻ അനുകൂല ഹൂതി സേന അവകാശപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിനു ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് ഉയരുന്നത്. മലപ്പുറത്ത് ഒരിടവേളയ്ക്ക് ശേഷം ലീഗ് കോൺഗ്രസ് തർക്കം മൂർച്ഛിക്കുന്നു. ജില്ലയിൽ പരിഗണനയില്ലെന്ന് കോൺഗ്രസ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു. അതേസമയം AP അനിൽകുമാറിനെതിരെ വണ്ടൂരിലെ ലീഗ് നേതൃത്വമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്തെ UDF-ൽ നേതാക്കൾക്ക് എതിരെ പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ലീഗ് നേതാക്കൾക്കെതിരെ വലിയ വിമർശനം ആര്യാടൻ മുഹമ്മദ് ഉന്നയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വളരെ സമവായത്തോടെയാണ് UDF മുന്നേറുന്നത്. അവിടെയാണ് ഇപ്പോൾ അനിൽകുമാറിനെതിരെ ലീഗ് പ്രവർത്തകരും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരും വിമർശനവുമായി വന്നിരിക്കുന്നത്. വണ്ടൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് അനിൽകുമാറിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹം വിജയിച്ചതിന് ശേഷം അവരെ പരിഗണിക്കുന്നില്ല, ലീഗിന്റെ പ്രവർത്തനം കൊണ്ടാണ് അനിൽകുമാർ വിജയിച്ചതെന്ന് അദ്ദേഹം മറന്നു പോവുകയാണ് തുടങ്ങി വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഉന്നയിച്ചിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ PK കുഞ്ഞാലിക്കുട്ടിയെതിരെ മലപ്പുറത്തും സമാന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതായത് PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിനെ ഒരു ഘട്ടത്തിലും പരിഗണിക്കുന്നില്ല, പരിപാടികൾ പോലും അറിയിക്കുന്നില്ല, ഇടനിലക്കാരില്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ മുസ്ലിം ലീഗിനെ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി പരിഗണിക്കുന്നത്, UDF എന്ന പരിഗണനയില്ല തുടങ്ങി വലിയ വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് മലപ്പുറം നിയോജക മണ്ഡലത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് അത്ര പരിചിതമായ സാഹചര്യമല്ല മലപ്പുറത്തെ സംബന്ധിച്ച്. മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2015-20 ലീഗും കോൺഗ്രസും പരസ്പരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാമ്പാർ മുന്നണിയായിട്ടും മറ്റും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് സമാധാനപരമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മലപ്പുറത്ത് UDF മുന്നേറിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ഈ ഒരു തർക്കം ഇവിടെ തലപൊക്കുകയാണ്. എന്താണെങ്കിലും UDF-നെ സംബന്ധിച്ച് ഇത് വേഗം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയാകട്ടെ AP അനിൽകുമാർ രണ്ടുപേരും അതത് പാർട്ടികളുടെ മുതിർന്ന നേതാക്കളാണ്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരാണ്. അപ്പോൾ ഈ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള നടപടികളാണ് UDF-ന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു പരസ്യമായ പ്രതികരണത്തിലേക്കോ വിഴുപ്പലക്കിലേക്കോ ഈ സാഹചര്യങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും പ്രശ്നം പരിഹരിക്കാൻ ഇരു നേതൃത്വങ്ങളും ഇടപെടാൻ തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാനാകുന്ന വിവരം. ഇത് കൂടുതൽ വഷളാകാതിരിക്കാനുള്ള നടപടികളാണ് UDF-ന്റെ, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. CV അനുമോദ്, ന്യൂസ് 18. താരസംഘടന അമ്മയിൽ ശ്വേതയ്ക്കെതിരെ പടയൊരുക്കം. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണമോ?
എന്നതിൽ അഭിപ്രായ രൂപീകരണത്തിനാണ് ശ്രമം നടക്കുന്നത്. അമ്മ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ നീക്കം. ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവന്നു. ശ്വേതയെ നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. ഇതെന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീതാ വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ. നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. NHPC സിക്കിം യൂണിറ്റ് മാനേജറായിരുന്നു അനീഷ്. മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൊൽക്കത്തയിൽ എംബാം നടപടി പൂർത്തിയാക്കാനുള്ള നടപടികൾ തുടരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉണ്ടായേക്കുമെന്നാണ് സൂചന. അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അടുത്ത ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം. മണർകാട് ഇല്ലിവളവിലാണ് അനീഷിൻ്റെ വീടുള്ളത്. ഇല്ലിവളവിന് സമീപത്ത് തന്നെയാണ്. നിലവിലെന്തായാലും കൊൽക്കത്ത വരെ ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമേ മൃതദേഹം എത്തുകയുള്ളൂ. അവിടെ എത്തിയ ശേഷമായിരിക്കും എംബാം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുക. അതിനുശേഷം ഏറ്റവും അടുത്ത വിമാനത്തിൽ തന്നെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഷിൻ്റെ ഭാര്യ, സഹോദരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ മൃതദേഹത്തിനെ അനുഗമിച്ച് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ ആംബുലൻസിലാണ് ഏതാണ്ട് 12 മണിക്കൂറോളം യാത്ര ചെയ്താണ് കൊൽക്കത്തയിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനം, ഈ കമ്പനി ഉൾപ്പെടെ ഏർപ്പെട്ടുകൊണ്ട് വിമാനം ഉൾപ്പെടെയുള്ള സൗകര്യത്തിലൂടെയാണ് ബന്ധുക്കളെ കൊൽക്കത്തയിലേക്ക് എത്തിച്ചത്. തുടർന്നും ആ സൗകര്യം അവർക്ക് ഏർപ്പെടുത്തും. അനീഷിൻ്റെ വീട്ടിലെന്തായാലും മാതാവും പിതാവും മാത്രമേ ഉള്ളൂ. മാതാവ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും മൃതദേഹം ഈ സ്ഥലത്തേക്ക് എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ തവണ വന്നു പോയപ്പോൾ ഓണത്തിന് വരാം എന്ന് പറഞ്ഞാണ് അനീഷ് മടങ്ങിയത്. 8 മാസമാണ് ഇളയ കുഞ്ഞിന് പ്രായമുള്ളത്. നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അനീഷ് മോഹൻ. അനീഷിന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ നാട്ടുകാരുള്ളത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കോട്ടയം കൂരപ്പടയിൽ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിലെ 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ലാക്കാട്ടൂർ മറ്റപ്പള്ളി ചിറപ്പുറത്ത് വീട്ടിൽ തോമസ് എബ്രഹാം, ഭാര്യ ജോസ്ന തോമസ്, മക്കളായ മരിയ തെരേസ, അലൻ തോമസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. കഴിഞ്ഞ 13-നാണ് ഇവരെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ചേപ്പുംപാറ മർത്തമറിയം പള്ളിയുടെ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത്. നിരവധി ആളുകൾ, ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുകയും സംസ്കാരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികളാണ് 2 പേരും. അതുകൊണ്ട് തന്നെ മകൾ +2-ന് പഠിക്കുന്നു. ആ സ്കൂളിൽ നിന്നടക്കമുള്ള കുട്ടികളുടെ വലിയൊരു നിര തന്നെ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വളരെ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു വികാരം. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഉന്നതതല അന്വേഷണം വേണം. ഇക്കാര്യത്തിൽ ചാണ്ടിയുമ്മൻ MLA അടക്കം ആഭ്യന്തരമന്ത്രിയോട് പ്രത്യേക ടീമിനെ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ആവശ്യം നിജസ്ഥിതി പുറത്തു വരണം തീർച്ചയായും. കാരണം വെച്ചാൽ ഇതുപോലെ ദാരുണമായൊരു സംഭവം ഞങ്ങളുടെ ഈ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ല. 4 പേരാണ് മരിച്ചത്. ഒരു കുടുംബം തന്നെ ഇല്ലാതായി. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. അവർക്കൊന്നും പോലീസിൻ്റെ അന്വേഷണം പോരാ. കാരണം ഇപ്പം ബഹുമാനായ MLA ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കർശനമായ അന്വേഷണം വേണം. നിജസ്ഥിതി പുറത്തു വരണം. ഇതിൻ്റെ പിന്നിൽ ആരാണേലും അവരെ പിടികൂടി പോലീസ് കൊണ്ടുവരണം. ഇതിൻ്റെ ദുരൂഹത എന്ന് പറയുന്നത് ഈ ഒരു വിഷയമാണ്. കാരണം ഏറ്റവും പ്രധാനമായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ചത് എന്ത്? കാരണം ഇവർ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകണ്ടേ? ആ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഈ ചിട്ടി ഇടപാടുകളുണ്ടോ, ഇവർക്ക് സ്വകാര്യമായ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ നോക്കി നിജസ്ഥിതി എന്താണെങ്കിലും തിരിച്ചു പറഞ്ഞു. ഇന്നലെ വരെയും അലൻ്റെ ആരോഗ്യനില തൃപ്തികരമായി പോവുകയായിരുന്നു. അലൻ ചെന്നവരോടൊക്കെ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നാണ് ആരോഗ്യനില വഷളാകുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ അലനും ഈ പെൺകുട്ടിയും ഒക്കെ സംസാരിച്ചനുസരിച്ച് അമ്മ മരിക്കാൻ തീരുമാനിച്ചു. അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കൂടെ പോവുക
എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെയാണ് തങ്ങളിത് കഴിച്ചത് എന്നാണ് ഈ കുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് എന്തായാലും അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ കളക്ഷൻ ഏജൻ്റായിരുന്നു ഈ ജ്യോത്സ്ന. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് ഇവരുടെ മരണത്തിന് പിന്നിലെന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. എന്തായാലും അതിദാരുണമായ സംഭവം ഒരു കുടുംബമാകെ, ഒരു വീടാകെ അനാഥമാകുന്ന നിലയിലേക്കാണ് ഈ കൂരോപ്പടയിലെ സംഭവം എത്തിയിരിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിച്ചു. റാപ്പിഡോയും കേരള സവാരിയും സർവീസ് നടത്തും. ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. അതേസമയം യൂബർ ഡ്രൈവർമാർ സമരം തുടരും. ഇന്നു മുതൽ എന്തായാലും കേരള സവാരിയും റാപ്പിഡോയും നഗരത്തിന്റെ നിരത്തുകളിൽ ഉണ്ടാകും. ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങളെല്ലാം ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിരക്കുകളിൽ ഉൾപ്പെടെ 21 രൂപ മുതൽ 27 രൂപ ഇടയിൽ വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കിലോമീറ്ററിന്. അത് ഭാഗികമായി തന്നെ ഡ്രൈവർമാർ അംഗീകരിക്കുകയും ചെയ്തു. അതേസമയം യൂബറും ഒലയും ബഹിഷ്കരണം തുടങ്ങുകയാണ്. അവരുമായി നടത്തിയ ചർച്ച പരാജയമാണ്. കമ്പനിയുടെ ആവശ്യങ്ങളോട് ഡ്രൈവർമാർ അംഗീകരിച്ചിട്ടുമില്ല. എന്തായാലും വലിയ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ രീതിയിലാണ് ഈ ഓൺലൈൻ ആപ്പുകളെ, ടാക്സി ആപ്പുകളെ ആശ്രയിക്കുന്നത് യാത്രക്കാർ. അത് സമരത്തിലായതോടുകൂടി വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് മേഖലകളിലടക്കം വലിയ തരത്തിലാണ് ഈ ഓൺലൈനുകളെ ആശ്രയിക്കുന്നത്. അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യൂബറും ഒലയുമാണ്. അവർ ചർച്ചയിൽ നിന്നും, അവരുടെ ചർച്ച വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവരിപ്പോൾ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുമില്ല. പാറശാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അധ്യാപകരെ അസഭ്യം വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം. CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രതിഷേധത്തിലാണ് സംഭവം. സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം നടന്നു. രാവിലെ 10 മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തിരൂർക്കാട് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം നടന്നത്. ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് കോമ്പൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, PK ബഷീർ, വിവിധ MLA മാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. തുടർച്ചയായി 12ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പൊന്മുടിയിലും കാട്ടാന ഇറങ്ങി. പൊന്മുടി 7ാം വളവിനും 6ാം വളവിനും ഇടയിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനയുടെ സാന്നിധ്യത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. വനപാലകർ എത്തിയപ്പോഴേക്കും ആനകൾ കാട്ടിലേക്ക് കടന്നു. പൊന്മുടിയിലേക്ക് വരുന്ന സഞ്ചാരികളോട് വന്യജീവികളെ കണ്ടാൽ വാഹനം നിർത്തി റോഡിൽ നിന്ന് വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ ശ്രമിക്കരുതെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ആനക്കൂട്ടത്തെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പട്രോളിംഗ് ശക്തമാക്കിയതായും വനപാലകർ അറിയിച്ചു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,230 രൂപ, പവൻ 1,05,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,870 രൂപ, പവന് 86,960 രൂപ. വെള്ളി ഗ്രാമിന് 235 രൂപ, കിലോയ്ക്ക് 2,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. KP അഭിലാഷ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.